നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോ സാക്കായോ, അദ്ദേഹത്തെ സാക്ക് ചെയ്തോ? നിരവധി ചോദ്യങ്ങളൊക്കെയാണ് കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നു, അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലൂടെ നമുക്കൊന്ന് പോവാം. എന്നാലും ഒഫീഷ്യലി സാബി അലോൺസോ സാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 2-0 സെൽറ്റാവിഗയോട് തോൽക്കൂടി ചെയ്തപ്പോഴാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നത്. അവസാനമായി കളിച്ച 5 കളികളിൽ ഒറ്റ ജയം മാത്രമാണ് റയൽ മാഡ്രിഡിനുള്ളത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ അത് വലിയ രൂപത്തിൽ ക്ലബിൻ്റെ കോച്ചിനെ ഒക്കെ വിമർശനങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ ലിവർപൂളിനോട് 1-0 തോറ്റു, വയക്കാനോട് ഗോൾ രഹിത സമനില, എൽച്ചിയോട് 2-2 സമനില, ഒളിമ്പിയാക്കോസിനോട് കളി 3-4 ജയിച്ചിരുന്നു, അത് രക്ഷപ്പെട്ടു പോയതാണെന്നൊരു അർത്ഥത്തിൽ പറയാം. ജിറോണയോട് 1-1 സമനില, ശരിയാണ്. അത്ലറ്റിക് ക്ലബിനോട് 3-0 ജയിച്ചിരുന്നു, സെൽറ്റാവിഗയോട് 2-0 തോറ്റു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് കളികൾ നോക്കി 1-2 ജയങ്ങൾ മാത്രം എന്നുള്ളൊരു സ്ഥിതിയിലാണ്. അപ്പോൾ റിസൾട്ട് വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോച്ചിനെതിരെ തിരിയും. മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടും കുറേയായി. ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് സാബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മീറ്റിംഗ് കൂടി എന്ന വാർത്ത കൂടി പുറത്തേക്ക് വന്നപ്പോൾ ഇതാ സാബി അലോൺസോ സാക്ക് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന തരത്തിൽ റൂമറുകൾ പരന്നത് സ്വാഭാവികം. എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്കർ റൂമിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. അതായത് പ്ലെയേഴ്സിന് സാബി അലോൺസോയെ ബ്ലെയിം ചെയ്യുന്നവരുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ അയാൾ സ്വയം ബ്ലെയിം ചെയ്യണം, അയാളുടേതാണ് പ്രശ്നം എന്ന് പറയുന്നവരുണ്ട്. അതേസമയം അല്ല, സാബിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. സാബി താരങ്ങളുമായിട്ട് ക്ലോസ് ആവാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട വിധത്തിൽ അങ്ങേറ്റിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിലേ ഉണ്ടായിരുന്നൊരു പരാതിയാണത്. അതായത് കാർലോ അഞ്ചലോട്ടി ഒരു ഫാദർലി ഫിഗറാണ്, താരങ്ങൾക്ക് എന്തു വേണമെങ്കിൽ പോയി പറയാം, പരിഹാരങ്ങൾ ചോദിക്കാം. അതേസമയം സാബി അലോൺസോ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു ഫീലിംഗ് താരങ്ങൾക്കുണ്ട് എന്ന വാർത്ത മാർക്ക് അടക്കമുള്ളവർ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വിവരം, റോഡ്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം, ESPNൻ്റെ ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സോഴ്സസ് ഇൻസൈഡ് റയൽ മാഡ്രിഡ്സ് ഡ്രസ്സിംഗ് റൂം സേ സം പ്ലേയേഴ്സ് വെയർ അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ് സാബി അലോൺസോസ് ടാക്ടിക്സ് ആൻഡ് ഹിസ് ടെക്നിക്കൽ സ്റ്റാഫ് മെത്തേഡ്സ് ഫ്രം ദി വെരി ബിഗിനിങ്. തുടക്കം മുതൽ പ്രശ്നങ്ങളുണ്ട്. ചില താരങ്ങൾക്ക് അയാളുടെ ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, മനസ്സിലാവുന്നില്ല എന്ന തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് എന്നാണ് ഡ്രസ്സിംഗ് റൂമിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ റയൽ മാഡ്രിഡ് ഇപ്പോൾ സിറ്റിയോട് ഒരു ബിഗ് മാർജിനിൽ തോൽക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം സാബി അലോൺസോ സാക്ക് ചെയ്യപ്പെടും എന്ന് ചില സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റാണിപ്പോൾ. റൈറ്റ് നൗ സാബി അലോൺസോ 2026 റയൽ മാഡ്രിഡിൻ്റെ കോച്ചായി തുടരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇന്നലെ നമ്മൾ കേട്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് സിനദിൻ സിദാനെയും ക്ലോപ്പിനെയും പരിഗണിക്കുന്നു എന്നാണ്. പക്ഷേ അതില്ല, അത് റൂൾഡ് ഔട്ട് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ അത്തരം പ്രചാരങ്ങൾ നടക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, സിറ്റിയോട് വലിയ മാർജിൻ തോറ്റാൽ നിങ്ങൾ പുറത്താവും എന്നൊന്നും സാബി അലോൺസോക്ക് ഒരു അൾട്ടിമേറ്റം ഒന്നും റയൽ മാഡ്രിഡ് കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നത്. ഇപ്പോൾ റയൽ മാഡ്രിഡ് ടീമിൽ സാബി അലോൺസോ അത്ര അങ്ങ് സിങ്ക് ആവാത്ത കുറച്ച് താരങ്ങളുണ്ട്. അതായത് വിനിയും ഫെഡെ വാൽവർദയും ഒക്കെ അദ്ദേഹവുമായിട്ട് അത്ര നല്ല ടേംസിൽ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാബി അലോൺസോയെ സാക്ക് ചെയ്താൽ ഒരു പക്ഷേ സാന്റിയാഗോ സൊളാരിയെ ഒരു ഇൻട്രീം കോച്ച് എന്ന രൂപത്തിൽ വീണ്ടും അപ്പോയിൻ്റ് ചെയ്താക്കാം. എന്നിട്ടൊരു പുതിയ കോച്ചിനെ സെർച്ച് ചെയ്യാനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം മനസ്സിലാകുന്നൊരു കാര്യം, സാബി അലോൺസോ കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ റിസൾട്ട് മോശമായി തുടങ്ങിയതോടുകൂടി ആൾ കംപ്ലീറ്റ്ലി മാറിപ്പോയി. അദ്ദേഹത്തിന് സപ്പോർട്ടില്ല. വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം, ഫെഡെ വാൽവർദെ തുടങ്ങിയ താരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രീതികളിൽ അത്ര മതിപ്പില്ല. ക്ലബിൻ്റെ ബാക്കിംഗ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങും എത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ.
ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി മാനേജ്മെൻറ്റിന് എതിർപ്പുള്ളതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് താരങ്ങളോട് പറഞ്ഞത്, അതായത് അതിന് മുമ്പത്തെ മത്സരം ആ കളി അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ ജയിച്ചല്ലോ. അത് ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദിവസങ്ങൾ ഓഫ് തരാം, 2 ദിവസം ഓഫ് തരാം. അങ്ങനെ പറയുമ്പോൾ സെൽറ്റ വിഗോക്കെതിരെയുള്ള കളിക്ക് ഒറ്റ ദിവസം മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നവരുണ്ട്. അതൊരു പ്രശ്നമായിട്ട് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇഫ് യു വിൻ 5 റിമൈനിങ് മാച്ചസ് യു വിൽ ഹാവ് 7 days ഓഫ് വെക്കേഷൻ ഫോർ ക്രിസ്മസ് എന്ന് ബിഫോർ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മാച്ചിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, റയൽ മാഡ്രിഡ് ഇപ്പോൾ സാബി അലോൺസോയെ സാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊരു തീരുമാനമെടുത്തിട്ടില്ല. അദ്ദേഹത്തെ കീപ്പ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് ഇതേപോലെ തന്നെ തുടർന്നു കൊള്ളണമെന്നില്ല. ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഒരു പക്ഷേ പോസിറ്റീവ് റിസൾട്ട് എല്ലാം വരുന്നെങ്കിൽ ക്രിസ്മസ് ടൈമിൽ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഒബ്വിയസ്ലി മാഞ്ചസ്റ്റർ സിറ്റിയോടെ 4-0 തോൽക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുമെന്ന് വെച്ചോ, സാബി അലോൺസോയെ പിന്നെ അവിടെ നിലനിർത്താൻ ആര് വിചാരിച്ചാലും കഴിഞ്ഞു കൊള്ളണമെന്നുമില്ല. ഏതായാലും ഇപ്പോൾ ക്ലബിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തുടർന്നും നെഗറ്റീവ് റിസൾട്ടുകളാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതോടൊപ്പം തന്നെ എഡു അഗോർ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാബി അലോൺസോസ് മെസ്സേജ് ടു ദി പ്ലെയേഴ്സ് അമിഡ് ദി റീസെൻറ്റ് ഹാപ്പനിങ്സ്, വി ക്യാൻ ലൂസ് ബട്ട് നോട്ട് ഇൻ എനി വേ, വി ഹാവ് ടു ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ് എന്ന് അദ്ദേഹം താരങ്ങൾക്ക് മെസ്സേജ് കൊടുത്തു എന്ന് എഡു അഗോറും റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും നാളത്തെ മത്സരം വളരെ ക്രൂഷ്യലാവും എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.